ഇരിക്കാനുള്ള കാരണം ആദ്യം പറയാം. പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ള ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ക്ലാസ് റൂംസ് പോലുള്ള സെറ്റപ്പ് ഒന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ല. ഇരുത്തൊരു സുഖമില്ലല്ലോ, കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇരിക്കുന്നത് ഒരു കംഫർട്ട് ആകുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം. അത് ഈ കോഴ്സിന്റെ ലക്ഷ്യം കൂടിയാണ്. എത്ര കാലം മുതലാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റാണ്ട് വന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ സുഖമായിട്ടിരുന്നല്ലേ? പിന്നെ എവിടെ നിന്ന് ഇത് കൈമോശം വന്നത്? ഒരു കോളേജിലേക്കൊക്കെ വരണം അല്ലേ? അതിന് ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ, ഈ വർത്തമാന കാലത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞത് അതാണ്. ഇങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, എരിപിരി കൊള്ളാതെ സ്വസ്ഥമായിട്ട് 24 മണിക്കൂർ ഇരിക്കേണ്ടി വന്നാലും ഇരിക്കാൻ പറ്റണം. പണ്ട് കാലം അങ്ങനെയായിരുന്നു. ഇതൊരു ട്രെയിനിങ് ആണ്. തമാശ പറഞ്ഞതല്ല, ഇതൊരു ട്രെയിനിങ് ആണ്. കാരണം എന്തുകൊണ്ടാണ് ഇരിക്കാൻ പറ്റാത്തത്? പെൽവിസ് ടൈറ്റ് ആയതുകൊണ്ട്. പെൽവിസ് എന്ന് പറയുന്നത് ഒരു ഹിപ്പ് ബോണാണ് അല്ലേ? പെൽവിസിന്റെ ആ ബോണിന്റെ ടൈറ്റ്നസ് അല്ല, പകരം അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആ പെൽവിസിൽ എന്തൊക്കെ മസിലുകൾ വന്നിട്ടുണ്ട്, ഒരു കൂട്ടം മസിലുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ആയിട്ട്. അതെല്ലാം ടൈറ്റ് ആയിട്ടാണ്. അത് കാലുമെന്ന് വരുന്നതുണ്ട്, ട്രങ്കിന്ന് വരുന്നതുണ്ട്. ഇതെല്ലാം കൂടി അവിടെ വന്ന് എല്ലാം ചുരുങ്ങി ഇറുകി പിടിച്ച് നിൽക്കുക. ഒരു 4 വയസ്സിൽ, 5 വയസ്സിൽ, 6 വയസ്സിൽ, 8 വയസ്സിൽ, 10 വയസ്സിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടായില്ലല്ലോ. കുട്ടികളെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കില്ലേ? ഏറ്റവും നമ്മളെ എന്താ പറയാ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഈസി ആയിട്ട് വളയാനും തിരിയാനും ഒതുങ്ങാനും ഒക്കെ പറ്റുന്നത് കുട്ടികളുടെ പ്രായമാണ്. പിന്നീട് നമുക്കിത് കൈമോശം വരുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ കോഴ്സിന്റെ ഒരു എന്താ പറയാ, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവുക മാത്രമല്ല, ഫിറ്റായ ഫിറ്റ്നസ് ട്രെയിനർ ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.